അങ്ങനെ അതുകൊണ്ട് അടുത്ത ദിവസം ഇവളെ സ്കൂളിലേക്ക് ചെല്ലുമ്പം അവിടെ പനിഷ്മെന്റ് ആയിട്ട് ലൂഷ്യൻ ഹേ ആയിരിക്കും താമസിച്ചവരെ സാറിന്റെ അടുത്ത് ഏൽപ്പിക്കാൻ വേണ്ടി അവൻ അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഇത് കണ്ട് ഇവളും ഇനി മേലെ ലവ് ലെറ്റർ എഴുതലെന്ന് പറഞ്ഞ് അവന്റെ കൊടുക്കുമ്പം അവനാണ് കൊടുത്ത സാധനം തിരിച്ച് വാങ്ങിക്കത്തില്ലെന്ന് ഇവളുടെ തന്നെ ഏൽപ്പിക്കും. എന്നിട്ട് ഗ്ലാസ്സിൽ വെച്ച് ഇവിടെ യൂഹി അവൾ കുടിക്കാൻ വേണ്ടി മിൽക്ക് കൊടുക്കുമ്പം അവളും ഇതിനകത്തെല്ലാം പോയിസൺ ഉണ്ടോന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇവളെന്തിന് ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നതെന്ന് പറഞ്ഞ് അത് വെറും പാലാന്ന് പറഞ്ഞ് ഇവളെ കുടിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇവളുടെ ആയിരിക്കുന്ന ലവ് ലെറ്റർ ഇവനെടുത്ത് നോക്കാൻ പോകുമ്പം അവള് മേടിച്ചിട്ട് ഇത് വെറും ഒരു പേപ്പറാ, പക്ഷെ എനിക്കൊരാൾ തന്നുണ്ട്, അത് ചുമ്മാ കളയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവളും പ്രത്യേകിച്ചൊന്നും ഇല്ലെന്ന് പറഞ്ഞ് കൈ വെച്ചേക്കും. അങ്ങനെ അതിന്റെ അടുത്തായിട്ട് സാറും ക്ലാസ്സിലേക്ക് വന്നിട്ട് ഇവരൊക്കെ ഗ്രൂപ്പായിട്ട് പാട്ട് പാടണമെന്ന് പറഞ്ഞ് അതിനുവേണ്ടിയൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞിട്ട് പോകും. അങ്ങനെ അതുകൊണ്ട് വീണ്ടും കണ്ണാടിയിട്ട് കൊച്ചായിരിക്കും ഇവർക്കെല്ലാം ഏത് പാട്ടാണ് സെലക്ട് ചെയ്ത് അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ക്ലാസ്സിൽ ഇരിക്കുന്ന ഒറ്റൊരുത്തിനും ഇവളൊന്നും മൈൻഡ് പോലും ചെയ്യത്തില്ല. അങ്ങനെ അതുകൊണ്ട് ക്ലാസ് ലീഡറും ദേശെത്തി ഇവർക്കൊക്കെ പാട്ട് പാടാൻ താല്പര്യമുണ്ടോ അല്ലെ സാറിനോട് ചെന്ന് ആകെ ഞങ്ങൾക്ക് പഠിക്കാനേ സമയമുള്ളെന്ന് ചെന്ന് പറയട്ടേന്ന് ചോദിക്കുമ്പം ഇവരെല്ലാരും കൂടെ മൊത്തത്തിൽ അങ്ങ് സൈലന്റ് ആകും. കാരണം ഇത് വേറെ ക്ലാസ് ആയിട്ട് നടക്കുന്ന കോമ്പറ്റീഷനാണ്. അങ്ങനെ അതിനുശേഷം യൂഹയും ആ കണ്ണാടിയിട്ട് കൊച്ചിന് വേണ്ടി അവൻ കുറെ സപ്പോർട്ട് ചെയ്തൊക്കെ ഗ്രൗണ്ട് വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൾക്കാണ് യൂഹയോട് ഒരു ചെറിയ സ്നേഹം വരുന്ന പോലെ കാണിക്കും. അങ്ങനെ അന്ന് വീട്ടിലേക്ക് പോകുന്ന ഗംഗം കാണാൻ എല്ലാ പെൺപിള്ളേരെയും കാണാൻ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അതുകൊണ്ട് ഇവളും കുറച്ച് ബ്യൂട്ടി വർദ്ധിക്കണം എന്ന് പറഞ്ഞ് അടുത്ത ദിവസം ഒരു ഡിഫറന്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂമായിട്ട് ഇവളെ സ്കൂളിലേക്ക് ചെല്ലും. പക്ഷെ ഇത് കാണുന്ന യൂഹയും ഇവൾക്ക് ഇത് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് അവൻ ഇവളുടെ ലുക്കിനെ കുറിച്ചൊന്നും സംസാരിക്കാതെ ഇവൾക്കെല്ലാം പനി പിടിച്ചോന്ന് ചോദിക്കുമ്പോൾ അവളാണ് ഇവന് വേറൊന്നും പറയാൻ തോന്നില്ലെന്ന് പറഞ്ഞ് മൊത്തത്തിൽ അങ്ങ് സൈലന്റ് ആകും. പക്ഷെ അന്ന് സ്കൂൾ കഴിഞ്ഞ് ലൂഷ്യൻ ഹേ ഇവളെ കണ്ടിട്ട് ഇന്ന് ഇവളെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞ് ഇവൻ അങ്ങ് പറയുമ്പം അവളും ഇവൻ ചുമ്മാ കളിയാക്കുമെന്ന് പറഞ്ഞ് മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് പോകും. എന്നിട്ട് അവൻ അവളുടെ പുറത്തിന് ചെന്ന് ഈ ബ്യൂട്ടിഫുൾ ഗേൾ എവിടെയൊക്കെ പോകുന്നതെന്ന് അവളിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പം അവൾ പുറത്ത് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ഈ ഡ്രസ്സ് കാണാൻ കൊള്ളാൻ ചോദിക്കും. അപ്പോഴാണ് അവനും കറക്റ്റ് അമ്മൂമ്മമാരെ കൂട്ടുണ്ട്. എന്നിട്ട് അവന് കളിയാക്കി പറഞ്ഞിട്ട് ഇവൾക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാ ചേരുന്നതെന്ന് പറയുമ്പം അവൾ അതൊന്നും അവളുടെ സ്റ്റൈലല്ലെന്ന് പറഞ്ഞ് ഇവരുടെ ഒരുമിച്ച് ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്കാർഫ് ചൂസ് ചെയ്യുമ്പം അവളാണ് അത് ഒത്തിരി പൈസ എന്ന് വിചാരിച്ച് അവൾ വാങ്ങിക്കേണ്ടെന്ന് വിചാരിക്കും. അപ്പോഴാണ് ഇത് കണ്ട അവനും ഇവൾക്ക് അവൻ ഗിഫ്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പോകാന്ന് പറഞ്ഞ് അത് പാക്ക് ചെയ്യാൻ പറയുമ്പം അവളും പ്രത്യേകിച്ച് ഇന്ന് വലിയ ദിവസമൊന്നും അല്ലല്ലോ എന്തിനാ അവൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്നത് ചോദിക്കും. അപ്പോഴാണ് അവനും ഇവളെ കാണാൻ എപ്പോഴും ബ്യൂട്ടിഫുള്ളാ, അതുകൊണ്ട് ചുമ്മാ അല്ലാതെ ഇങ്ങനത്തെ സാധനങ്ങൾ ഇടുന്നുണ്ടെന്നല്ല ഇവൾ ബ്യൂട്ടി ആയിട്ട് മാറുന്നതെന്ന് പറയുമ്പം അവൾക്കാണ് ഇത് കേട്ട് കുറച്ച് സന്തോഷമൊക്കെ വരും. അതിനേശം അവനും സ്കൂളിൽ ആകെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവൻ ഇവളെ നോക്കുന്നുള്ളെന്ന് പറഞ്ഞ് അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഈ ഗിഫ്റ്റ് പ്രസന്റ് ചെയ്യാൻ പോകുന്ന പറയും. അങ്ങനെ അതോടെ അവളുടെ മനസ്സ് മാറാൻ തുടങ്ങിയ ഉടനെ ഇവൻ ഐസിന് ആ കടക്കാരിയോട് അപ്പം തന്നെ സാധനം പാക്ക് ചെയ്യാൻ വേണ്ടി പറയും. അതിനേശം ഗംഗങ്ങ് സന്തോഷത്തി ഇതവൾക്ക് പ്രസന്റ് ചെയ്തതിന് അവന് താങ്ക്സ് പറയും. അതിനേശം അടുത്ത ദിവസം ഇവിടെ ഗംഗങ്ങും അവൻ വാങ്ങിച്ച സ്കാർഫൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പം ടീച്ചറാണ് ഇവളെ നോക്കുന്നുണ്ട് പേടിച്ചു പോകും. പക്ഷെ അതേസമയം യൂഹ അടുത്തിരുന്ന് ക്വിസ് കോമ്പറ്റീഷന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ടീച്ചർ ഇവനെ പൊക്കിയിട്ട് വാട്ട് ഈസ് നോളജ് ചോദിക്കുമ്പം അവനാണ് നോളജിന്റെ മീനിങ് അറിവാന്ന് പറയും. അതോടെ ടീച്ചർ അപ്പം തന്നെ അവനെ പിടിച്ചങ്ങ് പുറത്താക്കും. കാരണം അവർ പുസ്തകത്തിനുള്ള ആൻസറാണ് ചോദിച്ചത്, അല്ലാതെ ഒറ്റ വാക്കി അതിന്റെ മീനിങ് അല്ല ചോദിച്ചത്. അതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ഗംഗങ്ങും ഇവൾ ആൻസർ ബുക്കിൽ കാണിച്ചെന്നില്ലെന്ന് പറഞ്ഞ് ഇവൻ ക്ലാസ് സമയത്ത് എന്തിനാ ക്വിസിന് വേണ്ടിയൊക്കെ പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പം അവനും ദേഷ്യത്തിൽ ഇവന്റെ അമ്മയെ പോലെ ചുമ്മാ ഞഞ്ഞാ പിഞ്ഞാ പറയാതെ അവനെ വെറുതെ വിടാൻ വേണ്ടി പറയും. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോകുമ്പം ലൂഷ്യൻ ഹേ ആണ് ഗംഗങ്ങിന്റെ സ്കാർഫ് കൊണ്ടിട്ട് ഇതവൾക്ക് നല്ലോണം ചേരുന്നുണ്ടെന്ന് പറയും. അപ്പോഴാണ് അവളും യൂഹ ആയിട്ടുള്ള ദേഷ്യത്തിൽ എല്ലാ പയ്യന്മാരും കിഴങ്ങന്മാരാന്ന് പറയുമ്പം ഇവനാണ് അവൻ എന്ത് തെറ്റെന്ന് പറഞ്ഞ് എന്തിനാ എല്ലാ പയ്യന്മാരുടെ കൂട്ടത്തിൽ ഇവനെ ചേർത്തേന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഇവളൊരു നോട്ട്ബുക്ക് ക്ലാസ്സിൽ തന്നെ മറന്നു വെച്ചെന്ന് പറഞ്ഞ് വീണ്ടും എടുക്കാൻ വേണ്ടി പോകുമ്പം ഇവനാണ് ഇവൻ തന്നെ ഇവളെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്ന പറയും. പക്ഷെ അവളൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ക്ലാസ്സിലേക്ക് ചെല്ലുമ്പം അതേസമയം ഇവിടെ യൂഹയാണ് വൈകിട്ട് കുറെ സമയം ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അവിടേക്ക് വരുന്ന മറ്റേ കണ്ണാടിയിട്ട കൊച്ചും ഇവനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് അവൾക്ക് ഇപ്പം ഇവനോട് ഇഷ്ടമുള്ളതുകൊണ്ട് ഇവൻ ക്വിസ് കോമ്പറ്റീഷന് വേണ്ടി പഠിക്കുന്നുണ്ട്, ഇവൻ പ്രാക്ടീസിന് വന്നില്ലേലും കുഴപ്പമില്ലെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട അവനും എങ്കിൽ പിന്നെ അവനെ മനസ്സിലാക്കിയ താങ്ക്സ് എന്ന് പറഞ്ഞ് ഇവരുടെ സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുമ്പം അവിടേക്ക് വരുന്ന ഗംഗങ്ങാണ് ഇത് കണ്ട് ചെറുതായിട്ട് അസൂയപ്പെടും. എന്നിട്ട് അടുത്ത ദിവസം ഇത് കാരണം തന്നെ ഗംഗങ്ങാണ് ഇന്ന് ക്ലീനിങ് ഫുൾ ഇവനാ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് യൂഹ ഇരുത്താൻ നോക്കും. അപ്പോഴാണ് അവൻ ചെന്ന് പഠിക്കാൻ പോകാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് നൈസിന് മുങ്ങുമ്പം അവിടേക്ക് വരുന്ന ക്ലാസ് ലീഡറും അവൻ ചെയ്തില്ലെന്ത് ഞാൻ ചെയ്യാം, അതിനല്ലേ ലീഡറായിട്ട് ഞാൻ ഇവിടെ ഉള്ള എന്നിട്ട് അവൻ എല്ലാ പണി ഏറ്റെടുത്ത് ചെയ്തോണ്ടിരിക്കും. എന്നിട്ട് ഇവർക്ക് പാട്ടുപാടാനുള്ള കോസ്റ്റ്യൂംസ് എല്ലാം വന്നു തരുമ്പം അവളാണ് ആർക്കേലും സൈസ് ചേരുന്നില്ല അത് ഇട്ട് നോക്കിയിട്ട് ഇവളോട് പറയാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവിടേക്കൊന്ന് യൂഹയും ഇവളുടെ ഇരിക്കുന്ന കോസ്റ്റ്യൂമൊക്കെ അവൻ വേണേ കൊടുത്ത് സഹായിക്കാന്ന് പറയുമ്പം ഗംഗങ്ങിനാണ് വീണ്ടും ജലസാകും. കാരണം യൂഹ ഇപ്പൊ അവളെ സഹായിക്കുള്ള കാരണം ഇവൻ പ്രാക്ടീസിനൊന്നും വരണ്ടെന്ന് അവൾ പറഞ്ഞാണ്. അങ്ങനെ അതുകൊണ്ട് അതിന് നന്ദിയായിട്ടാണ് ഇവൻ തിരിച്ച് അവളെ സഹായിക്കുന്നത്. ഇതേസമയം ബീറ്റയാണ് ക്ലാസ് ലീഡറിനെ കണ്ടിട്ട് ചുമ്മാ ഷോ കാണിക്കാൻ വേണ്ടി ഡ്രസ്സിന്റെ സൈസ് കുറച്ചറിഞ്ഞുകൊണ്ട് ഇവന്റെ വയറൊക്കെ തള്ളിയിരിക്കുമെന്ന് പറയുമ്പം അവനാണ്
പുച്ഛത്തി ഇവൾക്ക് നോക്കാൻ വേറെ സ്ഥലമൊന്നും കിട്ടില്ലെന്ന് പറഞ്ഞ് അവൻ ഈ ഡ്രസ്സ് നല്ലോണം ചേരുന്നുണ്ടെന്ന് പറയും. അതിനെ ശിവരക്ക് ഇപ്പൊ തന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറയുമ്പം ക്ലാസ് ലീഡറാണ് ഇവിടെ വെച്ച് ചേഞ്ച് ചെയ്യുന്ന അവന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഗേൾസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് പ്രശ്നമെന്ന് അവനും പറയുമ്പം യൂഹയും എങ്കിൽ പിന്നെ ഗേൾസ് ക്ലാസ് റൂമിൽ ചേഞ്ച് ചെയ്യട്ടെ, ഇവരൊക്കെ വാഷ്റൂം പോയിക്കോളെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ അതിനുശേഷം കോസ്റ്റ്യൂമെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഇവരൊക്കെ അവിടെ നിന്ന് ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുമ്പം ബീറ്റയാണ് ഗംഗങ്ങിന് സഹായിക്കാന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെന്ന് അവളെ യൂഹയും കൂടെ ഒരുമിച്ച് നിർത്തി ഇവള് കുറെ ഫോട്ടോസ് അങ്ങ് എടുക്കും. അതിനുശേഷം ഇവള് ഫോട്ടോസ് കിടിലാണെങ്കിൽ ഇവൾക്ക് ചെലവേണമെന്ന് പറഞ്ഞിട്ട് പോകുമ്പം ഗംഗങ്ങാണ് ഫോട്ടോസ് കൊള്ളത്തില്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കും. അപ്പോഴാണ് അടുത്തിരുന്ന് യൂഹയും ഇവനുള്ളതുകൊണ്ട് എന്തായാലും ഫോട്ടോ കിടിലായിട്ടേ വരുത്തുള്ളെന്ന് പറയുമ്പം അവളാണ് പുച്ഛത്തി ഇവളെ കാണാൻ കൊള്ളത്തില്ലെന്നാണ് ഇവ ഉദ്ദേശിക്കുന്നതെന്ന് അവൾ ദേഷ്യത്തിലേക്ക് ഇരിക്കുമ്പം അവനാണ് ഇവളുടെ അടുത്തേക്ക് വന്നിരുന്നിട്ട് ഇവൾ ആദ്യം ആ ഗേറ്റിന്റെ ഇടയ്ക്ക് വെച്ച് കണ്ടപ്പോൾ തന്നെ ഇവളെ കാണാൻ സുന്ദരമായിട്ടുണ്ടായിരുന്നു പറയും. അങ്ങനെ അതുകൊണ്ട് ഇത് കേട്ടപ്പോൾ അവൾക്ക് മൊത്തത്തിൽ ശരിയായി. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ബിൽഡിങ്ങിന്റെ മുകളിൽ ഇരുന്ന് യൂഹ നാളെ ക്വിസ് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് അവനിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പം അടുത്തിരുന്ന് ഗംഗങ്ങാണ് ഇവൻ പരീക്ഷയ്ക്ക് വിജയിക്കാൻ വേണ്ടി അവളൊരു ഇഞ്ചക്ഷൻ ഇട്ട് തരാൻ പറയും. ഇത് കേട്ട അവനും എങ്കിൽ പിന്നെ അവന്റെ പുറം വശം കാണിക്കണമെന്ന് ചോദിക്കുമ്പം ഇവളാണ് മര്യാദ കൈ കാണിക്കുന്ന പറഞ്ഞിട്ട് അവൾ അതിനകത്ത് ടിക്കറ്റ് കൊടുക്കും. അതിനേശം അവനും ഇനി ഇത് കാരണം മിക്കവാറും വിജയിക്കുമെന്ന് അവളുടെ കൂടെ ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അടുത്ത ദിവസം ഗംഗങ്ങാണ് യൂഹ കോമ്പറ്റീഷന് പോയതുകൊണ്ട് അവന്റെ ജോലിയും കൂടെ ഇവളെ ഏറ്റെടുത്ത് ചെയ്തോണ്ടിരിക്കുമ്പം വേറൊരു പെങ്കൊച്ചാണ് ഇവളെ സഹായിക്കാന്ന് പറഞ്ഞു തരും. അങ്ങനെ അതുകൊണ്ട് ഗംഗങ്ങും ഈ ആണുങ്ങളെക്കാളും പെണ്ണുങ്ങളെ കൂടുതൽ വിശ്വസിക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന യൂഹയാണ് അവനെ കുറിച്ച് എന്തോ പറയുന്ന സംസാരിക്കുന്നതെന്ന് ഇവൻ അടുത്തേക്ക് വരും. അതിനേശം അവളും ഇവന്റെ ക്വിസ് കോമ്പറ്റീഷൻ എങ്ങനെ ഉണ്ടോന്ന് ചോദിക്കുമ്പം അവന് നല്ലോണം എഴുതില്ലെന്ന് പറഞ്ഞ് ഇനി അതിനെ കുറിച്ച് മിണ്ടണ്ടെന്ന് പറയും. എന്നിട്ട് അസംബ്ലി വെച്ച് അവള് വീണ്ടും ഇവനെ നോക്കുമ്പം അവനാണ് ചുമ്മാ കള്ളം പറഞ്ഞ് പരീക്ഷ നല്ലോണം എഴുതിയെന്ന് പറഞ്ഞ് ഇന്ന് ഇവൾക്ക് ചെലവരാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞ് ഇവള് പുറത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി ഇവൾ കഴിക്കാൻ എന്തോ വേണ്ടെന്ന് ചോദിക്കുമ്പം അവിടേക്ക് വരുന്ന സ്റ്റാഫാണ് ഇവർ തരുന്ന ഒരു ബർഗർ സമയത്തിനുള്ളിൽ കഴിക്കുവാണ്, ഇവർ പൈസ തരാതെ തന്നെ ഇവിടെ നിന്ന് പോകാൻ പറയും. അങ്ങനെ അതോടെ ഗംഗങ് പെട്ടെന്ന് സമ്മതിക്കുമ്പം യൂഹി ആ ബർഗറിന്റെ സൈസ് എത്ര വേണം ചോദിക്കും. അപ്പോഴാണ് ആ സ്റ്റാഫും ഇത്രയും വലുതെന്ന് കാണിക്കുമ്പം അവന് ഷോക്കായി, ഇത്രയും വലുതൊക്കെ നിന്റെ വായിനകത്ത് കയറോടി എന്ന് പറഞ്ഞ് അവൻ ചോദിക്കുമ്പോൾ തന്നെ ആ സ്റ്റാഫും ഇവർ കഴിക്കാൻ പറ്റില്ല, ഫുൾ പൈസയും തരണം എന്ന് പറയും. അതോടെ ഗംഗങ്ങും എന്തേലും ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് ഇവനെ കൊണ്ട് അത് വാങ്ങിപ്പിക്കുമ്പം അവസാനം രണ്ടുപേർക്കും ബാക്കിയുള്ള കുറച്ച് പീസ് മാത്രം കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവളെടുത്ത് ഇവന്റെ കൊടുക്കുമ്പം അവൻ എന്റെ ചെലവായിട്ട് നീ കഴിച്ചോന്ന് അവളുടെ തന്നെ കൊടുക്കും. അങ്ങനെ അടുത്ത ദിവസം മറ്റേ കണ്ണാടിയിട്ട് കൊച്ചും യൂഹയെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ആദ്യം ഗംഗങ്ങിന് അവനോട് ഇഷ്ടമുണ്ടോ ഇല്ലെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവളെയും വിളിച്ചോണ്ട് പുറത്തേക്ക് ചെല്ലും. അപ്പോഴാണ് ഇവളും ഗംഗങ്ങിനോട് യൂഹയെ കുറിച്ച് ചോദിക്കുമ്പം അവൾ യൂഹയെ നല്ല പയ്യന പഠനത്തിന് അവനെ കുറിച്ച് ചോദിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇവള് ഗംഗങ് ചെന്ന് അവനെ പ്രപ്പോസലും ചെയ്യുകയും ചോദിക്കും. ഇത് കേട്ട് ഗംഗങ് കുറച്ച് ഷൈയായിട്ട് അവളൊന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് ഇവളെ ധൈര്യം കാണിക്കാതിരിക്കുമ്പം ഇവളാണ് അത് വിശ്വസിച്ച് എങ്കിൽ പിന്നെ അവൾ ചെയ്യാൻ പോവാന്ന് അവൾ ഗിഫ്റ്റായിട്ട് അവിടെ നിന്ന് 2 കപ്പ് ഓർഡർ ചെയ്യും. അങ്ങനെ അടുത്ത ദിവസം ഇവിടെ ഗംഗങ് വെള്ളം പിടിക്കാൻ വേണ്ടി പോകുമ്പം അവിടെ യൂഹയാണ് അവനും ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞ് ഇവളുടെ അടുത്തേക്ക് വന്ന് നിൽക്കും. അപ്പോഴാണ് ഇന്നലെ മറ്റവൾ വാങ്ങിച്ച അതേ കപ്പ് ഇവന്റെ ആയിരിക്കും കാണുന്നത്. അങ്ങനെ അത് കണ്ട് അവൾ അപ്സെറ്റ് ആയാലും അതിനുശേഷം യൂഹയെ കണ്ടിട്ട് മറ്റവളും അവളൊരു ഗിഫ്റ്റ് തരാൻ വേണ്ടി വിളിച്ചാന്ന് അവന് കഴിക്കാൻ വേണ്ടി കുക്കീസൊക്കെ കൊടുക്കും. പക്ഷെ അവസാനം അതെല്ലാം വെട്ടിവരെ കഴിക്കുന്ന ഗംഗങ് അവളുടെ ഫ്രണ്ട്സും ആയിരിക്കും. കാരണം ഇവർക്കറിയത്തില്ല അത് മറ്റേ കൊച്ചുവിന് ഗിഫ്റ്റ് തന്നെയാന്ന്. അതുകൊണ്ട് അത് കണ്ട് അവളും ദേഷ്യത്തി അവിടുന്ന് പുറത്തേക്ക് പോകുമ്പം യൂഹയാണ് അത്രയ്ക്ക് വിശപ്പായിരുന്നെന്ന് പറഞ്ഞ് അവന് മറ്റവള് തന്നെയാന്ന് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് തന്നെ ഗംഗങ്ങിന്റെ ഫ്രണ്ട്സും ഇങ്ങനെ പോകുവാണ്, നിനക്ക് യൂഹയെ കിട്ടത്തില്ലെന്ന് പറഞ്ഞ് ഇവരൊക്കെ കുറെ അഡ്വൈസ് ചെയ്യും. ആ കണ്ണാടിയേക്കാളും ഇവൾ കുറെ ഗിഫ്റ്റ് ചെയ്താലേ പിന്നെ യൂഹയെ കിട്ടത്തുള്ളന്ന്. ഇത് കേൾക്കുന്ന ഗംഗങ്ങും അവളെ പോലെ കുക്കീസൊക്കെ ഉണ്ടാക്കി കൊടുത്ത പിന്നെ ആൾക്കാരൊക്കെ എന്നെ കണ്ട് പുച്ഛിക്കത്തില്ലേന്ന് ഇവളിതിരി ചോദിക്കുമ്പം ബീറ്റിയാണ് ഒരു ബുക്ക് എടുത്ത് കൊടുത്തിട്ട് നിനക്ക് കുക്കീസ് ഒന്നും ഉണ്ടാക്കറിയത്തില്ലെങ്കിലും എന്തായാലും ഇത് നോക്കി ഉണ്ടായിക്കൊടുന്ന് പറഞ്ഞ് അവളെ ധൈര്യത്തിൽ പറഞ്ഞേക്കും. അതുകൊണ്ട് അന്ന് രാത്രി വീട്ടിൽ ഗംഗങ്ങായിരിക്കും അവളുടെ ഫാമിലിക്ക് ഫുഡ് ഉണ്ടാക്കുന്നത്. പക്ഷെ അവർക്കാർക്കും അത് കഴിക്കാനുള്ള ധൈര്യമൊന്നും കാണത്തില്ല. അച്ഛനാദ്യം കഴിച്ചു നോക്കിയിട്ട് സൈലന്റ് ആയിട്ടിരിക്കുമ്പം അനീനാണ് ഇതെന്തൊരു ഉപ്പെന്ന് പറഞ്ഞ് അവനങ്ങ് തുപ്പിക്കളയും. അപ്പോഴാണ് ഇവളും പഞ്ചസാര അല്ലായിരുന്നോ ആ വെള്ളസാനം എന്ന് പറഞ്ഞ് പഞ്ചസാരയ്ക്ക് വരം ഉപ്പിട്ട അവസ്ഥയായി പോയി. അതുകൊണ്ട് അന്നത്തെ രാത്രി ഇവരൊക്കെ പട്ടിണിയാ. അതുകൊണ്ട് അടുത്ത ദിവസം കടയിൽ നിന്ന് ബണ്ണൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഇവൾ യൂഹയെ കഴിപ്പിക്കുമ്പം മറ്റേ പെങ്കൊച്ചാണ് അവൾ കൈ കൊണ്ടുണ്ടാക്കിയ ബണ്ണ് കൊണ്ടുവരും. അപ്പോഴാണ് ഇവനും അവൻ എല്ലാം കഴിച്ച് ഇപ്പൊ വയറ് ഫുള്ളായിരിക്കുമെന്ന് പറയുമ്പം ഇവളുടെ കൂടെ മ്യൂസിക് പ്രാക്ടീസ് ചെയ്യാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ചോദിക്കും. അപ്പോഴാണ് അവനും ഇതുവരെ ക്വിസ് കോമ്പറ്റീഷൻ കാരണം ആ പ്രാക്ടീസ് ഒന്നും ചെയ്യാത്തോണ്ട് അവന് സമ്മതിക്കുമ്പം അവനാണ് ഗംഗങ് വേണേ ഫോട്ടോ എടുക്കാനൊക്കെ വരും പറയും. പക്ഷെ അവൾക്കാണ് താല്പര്യം കാണത്തില്ല. കാരണം ഇവർ രണ്ടുപേരും ക്ലോസ് ആയിട്ടിരിക്കുന്നത് കാണുന്ന അവൾക്ക് അസൂയാണ്. അങ്ങനെ അതിനുശേഷം മ്യൂസിക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇവരൊക്കെ പോകുമ്പോഴാണ് യൂഹയാണ് എല്ലാവരും ഉറക്കം തൂങ്ങിയിരിക്കുന്നുണ്ട് ഇവരൊക്കെ നല്ലോണം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന കുറച്ചുപേരൊക്കെ ക്വിസ് കോമ്പറ്റീഷൻ നടക്കുമ്പോൾ ഇവനൊന്നും മൈൻഡ് ചെയ്യാതല്ലേ പോയെന്ന് പറഞ്ഞ് ഇവനിപ്പം തന്നെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പം അവനും ദേഷ്യത്തി ഇതാ ക്ലാസ്സിന് വേണ്ടിയല്ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ വഴക്കാവും. അങ്ങനെ കുറച്ചുപേർ അവിടെ നിന്ന് പോയതിനു ശേഷം ആദ്യം ഗംഗങ്ങിനെ പാടാൻ പറയുമ്പം അവളാണ് ഞാൻ തന്നെ പാടണമെന്ന് പറഞ്ഞ് അവളിങ്ങനെ പാടി തുടങ്ങുമ്പം ഇത് കേട്ട് എല്ലാവരും കൂടി ചിരി വരും. അതോടെ അവളാണ് നാണം കേട്ടിട്ട് പാടിയാലും ചിരിക്കുന്നോടാ വട്ടി എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പുറത്തേക്ക് ചെന്ന് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്കൊന്ന് ലൂഷ്യൻഹിയും ഇവിടെ ആരാ പട്ടിയെ പോലെ കൊലച്ചോണ്ടിരിക്കുന്നെന്ന് പറഞ്ഞ് അവൻ അടുത്തേക്കൊന്ന് നോക്കുമ്പം ഇവളാണ് ഇവിടെ നിന്ന് പാട്ട് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറയും. അപ്പൊ അവനും ഇവൾക്ക് പാട്ട് പാടാൻ താല്പര്യമുണ്ട്, തീർച്ചയായിട്ടും ഈ ട്യൂണൊന്നും നോക്കണ്ട,
വേണ്ട, അവൾക്ക് ഇഷ്ടപ്പെട്ട പോലെ പാട്ട് പാടിക്കോളം പറഞ്ഞിട്ട് അവൻ ഇവരൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ അതിനുശേഷം പുറത്തിരുന്ന് നോയിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവന്റെ ക്ലാസ്സിൽ ചെന്ന് നമ്മുടെ ക്ലാസ്സിൽ മ്യൂസിക് കോമ്പറ്റീഷൻ ഒന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെയാണ് പഠിക്കാനുള്ളതുണ്ട്, ആ സമയത്ത് ഏതെങ്കിലും ഒരു പാട്ട് പാടിയാൽ മതിയെന്ന് സാറ് പറഞ്ഞായിട്ട് അറിയും. പക്ഷെ ഇതേക്കുന്ന ലൂഷ്യൻ ഹേയും അങ്ങനെ ചെയ്തൊന്ന് പോരെന്നറിഞ്ഞ് അവൻ പുറത്തിരുന്ന് കുറെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ഒക്കെ വാങ്ങിച്ചിട്ട് അവൻ സ്കൂളിൽ വെച്ച് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇതറിയുന്ന പാൻ സാറാണ് ഇവിടെ എന്തുവാണ് നിങ്ങളെ കാണിക്കുന്നതെന്ന് പറഞ്ഞ് സാർ ഇതൊക്കെ ഇപ്പൊ തന്നെ എടുത്തോണ്ട് പോകാൻ പറയുമ്പോൾ മാക്സ് സാറാണ് ഈ പിള്ളേർ സപ്പോർട്ട് ചെയ്ത് അവരൊക്കെ ശബ്ദം ഉണ്ടാക്കാതെ പ്രാക്ടീസ് ചെയ്യുന്ന പറഞ്ഞ് പാൻ സാറിനോട് സംസാരിച്ച് നോക്കും. ഒരു സാറിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ പരിപാടി ക്യാൻസൽ ചെയ്യാൻ പാൻ സാർ തന്നെ പറഞ്ഞെന്ന് എല്ലാവരോടും പറയട്ടെ ചോദിക്കുമ്പോൾ അങ്ങേരാണ് ഷോക്കായിട്ട് ഞാൻ എപ്പോഴാണ് നിന്നോട് അങ്ങനെ പറഞ്ഞ, നീ ആദ്യം ശബ്ദം കുറച്ച് ഇവന്മാരെ പ്രാക്ടീസ് ചെയ്യാൻ പറ. എന്തിനാ പാൻ സാർ നൈസിന് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനേശം ഷൗമയും ഗേൾസ് എല്ലാരും കൂടെ മറ്റു ലൂഷ്യൻ ഹേ മയക്കെടുത്തെന്ന് പറയുമ്പോൾ ഹിതേക്ക് യൂഹയും ചുമ്മാ തള്ളുമല്ലേന്ന് പറഞ്ഞ് അവന് ചെന്ന് നോക്കുമ്പോൾ അവിടെ ലൂഷ്യൻ ഹേയുടെ മ്യൂസിക് കേൾക്കാൻ വേണ്ടി കുറെ പേര് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അതേസമയം ഇവിടെ മാക്സ് സാറും ക്ലാസ് ടീച്ചറിനോട് വെറുതെ പഠിക്കുന്ന സമയത്ത് എന്തിനാ പിള്ളേരെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേച്ചെന്ന് ചോദിക്കുമ്പോൾ സാറാണ് പ്രാക്ടീസ് ചെയ്ത് ഇവന്മാർ കോമ്പറ്റീഷന് പങ്കെടുത്ത അതും മെമ്മറീസ് അല്ലേന്ന് പറഞ്ഞ് എപ്പോഴും പഠിത്തത്തിൽ മാത്രം ഫോക്കസ് ചെയ്യണമെന്ന് പറയും. അപ്പോഴാണ് ഇതേക്കുന്ന സാറാണ് പഠിത്തം അല്ലാതെ വേറെ എല്ലാത്തിനും കൊള്ളാന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവിടെ മ്യൂസിക്കിനെ കുറിച്ച് യൂഹയും മറ്റേ കണ്ണാടിയിട്ട് കൊച്ചും കൂടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇത് കാണുന്ന ഗംഗാണ് പുറത്തിരുന്ന് അവനെ ഫോൺ വിളിച്ചു നോക്കും. അപ്പോഴാണ് അവൻ എടുക്കാത്തോണ്ട് ഇവളെ പുറത്തിരുന്ന് ലോക്ക് ചെയ്തിട്ട് അങ്ങ് പോകും. അങ്ങനെ അതിനെ ശിവന് സംസാരിച്ചിട്ട് അവന്റെ ഫോൺ നോക്കുമ്പോഴാണ് ഇവള് വിളിച്ചേക്കുന്നവൻ കാണുന്നത്. അതോടെ അടുത്ത സെക്കൻഡ് അവനും അവളെ വിളിച്ചിട്ട് പുറത്തേക്ക് പോകാൻ നോക്കുമ്പോൾ ഡോറാണ് ലോക്കായി കിടക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു താഴെ കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.